ഇനി കോഴ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ കാര്യം പോലെ തന്നെയാണ് കോളേജിൻ്റെ കാര്യം. ഒരു ഫ്രഷറുടെ റെസ്യൂമെ ഒരു കമ്പനിയിലേക്ക് കിട്ടുന്ന സമയത്ത് കോളേജിൻ്റെ പേരിന് അല്ലെങ്കിൽ കോളേജിനെ സംബന്ധിച്ചൊരു പ്രസക്തി ഉണ്ടാവും. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് അറിയപ്പെടുന്ന കോളേജസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ വലിയ വലിയ കോളേജസ് ആണെങ്കിൽ ഇവരുടെ എക്സ്പെക്റ്റേഷൻസ് കൂടും. അങ്ങനെ ഒരു കോളേജിൽ നിന്ന് ചെല്ലുന്ന ഒരാളുടെ റെസ്യൂമെ തട്ടിക്കൂട്ട് റെസ്യൂമെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫൈൽ ക്വാളിറ്റി അവിടെ മോശമാകും. എന്നാൽ നിങ്ങളൊരു സാധാരണ കോളേജിൽ അധികം ആൾക്കാർ കേട്ടിട്ടില്ലാത്തൊരു കോളേജാണ്. ഇപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് റെസ്യൂമെ അഡ്വൈസിന് വേണ്ടി സ്ഥിരമായിട്ട് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും അങ്ങനെയുള്ള കോളേജസ് നിന്നുള്ള ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. സോ ഇവരുടെയൊക്കെ കോളേജസ് കേട്ടിട്ട് പോലും ഇല്ല, അതുകൊണ്ട് എങ്ങനെയുള്ള കോളേജാണെന്ന് പോലും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു കോളേജിൽ നിന്നൊരു പ്രൊഫൈൽ വരുമ്പം നമുക്കങ്ങനെ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഏതൊരാൾ നമുക്ക് നോക്കാം എന്ന രീതിയിലായിരിക്കും. പക്ഷേ വെൽ നോൺ കോളേജിൽ നിന്ന് വരുന്നതാകുമ്പം നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് മൈൻഡിലുണ്ട്. അവിടെ നമ്മളുടെ പ്രൊഫൈൽ നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും.